അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പോ ഞാൻ നല്ല ഹാപ്പിയാണ്. സങ്കടം ഉണ്ട്, പക്ഷെ അത് ഇടക്കിടക്ക് പറയണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ ഇപ്പോ ഞാൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ചെക്കന്റെ പരിപാടി കൂടുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഇന്നാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇതൊരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഫാമിലിനെ ഒക്കെ കാണാം, പക്ഷെ ഫാമിലിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് തന്നെ ഇടും. ഇത് എന്റെ റൂം, ഇതാണ് എന്റെ റൂം. ഇപ്പൊ കാണിക്കണ്ട, അത് പിന്നെ കാണിക്കാം. അത് ഞാൻ പിന്നെ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റാക്കാം. സോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതിന്റെ മുന്നേ എന്റെ കുറച്ച് പരിപാടികളൊക്കെ തീർത്തു. നമ്മൾ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ഓർത്തു, നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ എന്റെ കമന്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കമന്റാണ്, എങ്ങനെയാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇന്റർവ്യൂസ് എങ്ങനെ ടാപ്പ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ രാജ്യത്തും പിടിച്ചു നിൽക്കാം. അതിപ്പോ ഇല്ലാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. എല്ലായിടത്തും 1, 2, 3 പേര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇനി അത് ജോലി ആയിക്കോട്ടെ, ഇനി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ പാരന്റ്സ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്ന സ്ഥലം ആയിക്കോട്ടെ, എങ്ങനെയായാലും നമുക്കൊരു കാര്യം മറ്റൊരാളെ കൺവേ ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ പറ്റും. അത് പറ്റും. അപ്പോ ഇങ്ങനെ എന്നെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അത് എടുത്തതെന്നൊക്കെ ചോദിച്ചാല്, ഞാൻ എന്റെ ലാംഗ്വേജ് എനിക്ക് സംഭവം ഓക്കെയാണ്, പക്ഷെ എനിക്കിതൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നും കൂടി നമ്മുടെ എന്താ പറയാ, ഒന്നുകൂടി നന്നായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇനി നിങ്ങൾക്കാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ബേസിക് ലെവലാണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും, അതല്ല ഇനി നിങ്ങൾ എന്നെ പോലെ പ്രൊഫഷണൽ ലെവലാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഏത് ലെവലാണെന്ന് നിങ്ങളെ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ്, അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഇനിയിപ്പോ ഇത് ഏത് ഏജ് ലിമിറ്റ് ഇല്ല, 1ാം ക്ലാസ് മുതൽ ഏതൊരു ഏജ് വരെയുള്ള ആൾക്കാർക്കും ഈ കോഴ്സ് ഓക്കെയാണ്. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് വേറെ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത വീഡിയോസ് നിങ്ങളെ കാണിക്കാം. ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിന്റെ വീഡിയോസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അത് കണ്ടിട്ട് പറയാം. സോ നിങ്ങളിപ്പോ കണ്ടില്ലേ ഞാൻ അറ്റൻഡ് ചെയ്തതൊക്കെ. അപ്പൊ ഈ ഒരു കോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഡെവലപ്പ് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ നീഡ് മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഇപ്പോൾ അക്കാഡമിക്സ് ഇംപ്രൂവ് ചെയ്യാനാണെങ്കിൽ ആ നീഡിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ജോബ് ഇന്റർവ്യൂസ്, അതല്ല വേറെ എന്തെങ്കിലും സ്പീച്ച്, അങ്ങനെയൊക്കെ അതിനൊക്കെയാണെങ്കിൽ നിങ്ങളുടെ നീഡ് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കയറുന്നതിന്റെ മുന്നേ, അതായത് ഡയറക്റ്റ് അഡ്മിഷൻസ് കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ എൻക്വയറി പോയി കഴിഞ്ഞാൽ അവർ അസസ്മെന്റ് നടത്തും. എന്നിട്ട് നിങ്ങൾ ബിഗിനർ ആണോ എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ക്ലാസ്സിന് അത്ര ക്ലാസ് അത്ര ബോറിംഗ് അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് 1-on-1 ട്യൂട്ടറിംഗ് സെഷൻ ആണ് ഉള്ളത്. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ഇവർ തരും. അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിലായിരിക്കും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഹൗസ് വൈഫ് ആണ്, അതല്ല നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഏജ് ലിമിറ്റിൽ 1ാം ക്ലാസ് മുതൽ, അതല്ലെങ്കിൽ ഏതൊരു ഏജ് മുതലും ഏതൊരു ഏജ് വരെ നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പാരന്റ്സ് മീറ്റിംഗ് പോകുന്ന സമയത്ത് അവർ കൂടുതൽ സംസാരിക്കില്ല. കാരണം എന്താ, അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റിപ്പോകും, അതല്ലെങ്കിൽ ചില സമയത്ത് അവർക്ക് ചില വേർഡ്സ് കിട്ടാണ്ടൊക്കെ വരും. അങ്ങനത്തെ പാരന്റ്സിനും അതല്ല അങ്ങനത്തെ ആൾക്കാർക്കും ഈ ഒരു കോഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അവിടെയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ദീപുവിന്റെ അനിയനൊക്കെ എൻ്റെ അടുത്ത് അധികം ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. അപ്പൊ എനിക്ക് റിപ്ലൈ പറയാൻ അറിയാം, പക്ഷെ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പാരന്റ്സിന് ഇങ്ങനെ എന്താ പറയാ, അവരുടെ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കോഴ്സ് സഹായിക്കും. പിന്നെ ഇനിയിപ്പോൾ ജോബ് ആയിക്കോട്ടെ, ജോബിന് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ അടുത്ത് 3-4 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ 3-4 കാൻഡിഡേറ്റ്സിൽ ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റിന് കൂടുതലായിട്ട് സംസാരിക്കാൻ, അതായത് അവർക്കുള്ള അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അതും ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ ഇന്റർവ്യൂസ് നടക്കുക. ഇനിയിപ്പോൾ അത് ജോബ് ആയിക്കോട്ടെ, ജോബ് ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തായാലും 3-4 പേര്, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ 3-4 പേരിൽ യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതല്ല എന്താണ് അവരിൽ ഇംപ്രസീവ് നോക്കും. ഇപ്പൊ ആ സമയത്ത് നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടാലന്റ് എല്ലാം നമ്മുടെ നല്ല രീതിയിൽ അത് കൺവേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പടി മുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റർവെൽ ലേണിംഗിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എനിക്ക് ഷുവർ ആണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവിടെ സുന്ദരൻ റെഡി ആയിട്ടുണ്ട്.
ഉമ്മമാന്റെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അതവിടെ ഹായ് കുട്ടിന്റെ ഉമ്മ അതവിടെ. മേക്കപ്പ് ഓവറൊക്കെ കഴിഞ്ഞു. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നപ്പോഴോ ചെയ്തപ്പോഴോ ഒന്നും വീഡിയോ എടുക്കാൻ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെതും ഇവളുടെയും നാത്തൂൻ്റെയും കഴിഞ്ഞു. ഇപ്പോൾ അനിയത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഓടിച്ചോടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെയ്തത് ജസ്ന മേക്ക് ഓവർ, ബാക്കിയൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പോൾ നമ്മൾ ഓടിച്ചോടത്തേക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞുട്ടൻ മുടി പോയിരുന്നു ഗൈസ്. എടാ നോക്കടൊക്കെ അത്. എടാ ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, സൈഡ് ആക്കി ഇങ്ങോട്ട് നോക്കടാ, മേലേക്ക് നോക്കലടാ. അപ്പുറത്തുകൂടിയും കൊടുത്താളാ. ഒന്നും കേട്ടോ ചെക്കൻ്റെ അപ്പൻ. മെഹദ്. ഇതാണ് ലെനർ വെഡിങ്. നമ്മളെ വീഡിയോഗ്രാഫി ചെയ്യുന്നത് ലെനർ വെഡിങ്. എന്റെ മെയിൻ ആളെത്തിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ നിന്റെ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നല്ല ഫുഡും നല്ല കാറ്ററിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ലതായിരുന്നു. ഡെക്കറേഷൻ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഞാൻ യുകെയിലേക്ക് പോകുന്ന സമയത്തായിരുന്നു പണി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോഴാണിത് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. നല്ല അഫോർഡബിൾ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. പിന്നെ ഞാൻ വന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അന്ന് അറിയില്ലായിരുന്നു. ഈ ഫോണൊന്നും യൂസ് ചെയ്യാത്ത കൂടുതൽ പേർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ബാക്കി നിങ്ങൾ കണ്ടൊക്കെ ഞാൻ കൂടുതൽ വോയിസ് ഓവർ കൊടുത്ത് ചളാക്കുന്നില്ല. പിന്നെ തളർത്തുന്ന വീഡിയോസ് എടുക്കണത്. ക്യാമറക്കാർ നമ്മുടെ ലെനറായിരുന്നു. നമ്മുടെ വെഡ്ഡിങ് ഒക്കെ കവർ ചെയ്തിട്ട് അവരായിരുന്നു. നല്ലതായിരിക്കുമല്ലോ എന്തായാലും. പിന്നെ ഇതിൽ എൻ്റെ അപ്പൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നീട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വരുന്ന കുറവുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ പറയുക, എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയിക്കുക, നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ദീപുവിൻ്റെ ഫാമിലി വന്നു. ഉമ്മമാനെ നമ്മൾ അന്ന് കണ്ടിട്ടില്ലായിരുന്നു, ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇനി പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ ഏറെക്കുറെ 1.5 മാസം ആയിട്ടുണ്ടാവും എടുത്തിട്ട്. എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജനുവരി 12-ാം തീയതിയാണ് പരിപാടി നടന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞ് സമയം കിട്ടിയിട്ടില്ലായിരുന്നു അത് പോസ്റ്റ് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ അടുത്തൊരു എക്സൈറ്റിംഗ് ന്യൂസ് പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ പറയാം. ആ ഡയലോഗ് ഒന്നുകൂടി മതി. സെലിബ്രിറ്റിയെ ട്രോളുന്നു. ആ അതല്ലേ ഓള്
ഞാനും കൂടി ചോദിച്ചാലോ കെട്ടിയാനോടെ കൃഷ്ണ നീ പോയി ചോദിച്ചിട്ടോ വരുന്നവർ ചോദിക്കുകയാണ് ദീപ എവിടെ ചോദിച്ച് എനിക്കത് പറഞ്ഞ് സങ്കടമാകാൻ തുടങ്ങി. ദീപു ഞാൻ ഒരുമിച്ച് പോരാൻ നിന്നതായിരുന്നു. പക്ഷെ ദീപുവിൻ്റെ ലീവും കാര്യങ്ങളൊന്നും ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. എനിക്ക് പരിപാടി മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നീട് ദീപു വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ അതിൻ്റെ മുന്നുള്ള വീഡിയോ ആണ്. ഇനി നിങ്ങളും കമൻറ്റ് ചെയ്യാൻ വരണ്ട ദീപു എവിടെയെന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ എക്സൈറ്റിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഗിഫ് അവേ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി അതിൽ പങ്കെടുക്കുക. യൂട്യൂബിലൊരു ഗിവ് അവേ സൂൺ വരുന്നതായിരിക്കും. പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കാര്യം. ഇൻസ്റ്റാഗ്രാം പോലെ അത്ര ഈസി അല്ല നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം കയറിയിട്ട് സംഭവമൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു പാർട്ടി വിയർ ആണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഇത്ര നേരം വ്ളോഗ് എടുത്തത് സഫ്വാൻ ഇവിടെ തിരി ഇഷ്ഫാഖ് നമ്മളെ എയർപോർട്ട് പിക്കപ്പിന്റെ ആൾക്കാർ ഓല് ഇറങ്ങുന്നു. ടാറ്റ. ഫോട്ടോ സെഷനില്ല തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാൽ എത്രത്തോളം അത് വിജയിക്കുന്നൊന്നും അറിയില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ അതും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇടാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ മെയിൽ ചെയ്താൽ നിങ്ങൾക്കും സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡ്രസ്സസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സൽവാർ സെറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. കോട്ടൺ ആൻഡ് പാർട്ടി വെയർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ പറയാം. നമ്മൾ ഈദ് കളക്ഷനൊക്കെ സൂൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്നെ ഫോട്ടോ സെഷനോടൊരു തല്ലായിരുന്നു. ഫാമിലിയും അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ഫോട്ടോ സെഷൻ പരിപാടി. പിന്നെ പറയാൻ വിട്ടുപോയി, സായി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ്. അതായത് ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ 3 മക്കളിലെ ഏട്ടൻ്റെ ഫസ്റ്റ് മോനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. ആൾക്ക് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ സൂൺ അവൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇടുന്നതൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫുള്ള് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടിയൊക്കെ വിചാരിച്ചിട്ടേക്കാട്ടും അടിപൊളിയായി. കുറച്ച് ഡിലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അടിപൊളിയായിരുന്നു. നമ്മളെ ഫോട്ടോസ് വീഡിയോസൊക്കെ വെരി സൂൺ വരും. പിന്നെ അക്കീക്ക സെറമണി ആയിരുന്നു. അതിന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ പരിപാടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കരുതിന്. പിന്നെ എനിക്കിതൊക്കെ ഒന്ന് അയച്ചിട്ട് ഫ്രഷായിട്ടൊന്ന് വേണം കിടക്കാൻ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. വീഡിയോസൊക്കെ ഞാൻ ഇനിയിപ്പോൾ ആദ്യം മുതൽ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇൻഷാല്ലാ വെരി സൂൺ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോണ്ടൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും.